നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ആവാൻ, ഒരു പ്രായമാകുമ്പോൾ സ്കിൻ എന്തായാലും നമ്മുടെയൊക്കെ ഒന്ന് ലൂസാവും. അതിനെ ഒന്ന് ടൈറ്റാക്കി വെക്കാനും ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇതൊക്കെ മാറാനും മുഖം നല്ല പോലെ പറഞ്ഞാൽ നല്ല പോലെ വെളുക്കാനും സഹായിക്കണം. നല്ലൊരു പാക്കാണ്. ഇതിൽ എന്താ പറയുക, ഇപ്പം നമുക്കൊരു ഫംഗ്ഷൻ വരികയാണ്, അതിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ഒരു ഫംഗ്ഷൻ ആണെന്ന് വെച്ച് പറഞ്ഞാൽ നിങ്ങൾ നാളെയാണ് ഫംഗ്ഷൻ പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ തന്നെ നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ മുഖം നല്ല കളറായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരാഴ്ച മുമ്പാണ് ഈ ഫംഗ്ഷൻ വരുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഈ പാക്ക് ഒരു 2 ദിവസം മുമ്പ് ആദ്യം ഉപയോഗിക്കുക. അതിന് ശേഷം പിന്നെ ഇതിൻ്റെ തലേ ദിവസം ഉപയോഗിക്കുക. നല്ല സ്കിൻ നല്ല ക്ലിയർ ആയിരിക്കും. ഞാൻ ഒരുപാട് യൂസ് ചെയ്തതാണിത്, അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറയണത് കേട്ടോ. നമുക്കപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണത്, എങ്ങനെയാണ് എന്താ പറയുക ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ട എൻ്റെ പേര് ദീപ. എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ആവശ്യം ഒരു മുട്ടയുടെ വെള്ളയാണ്. നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റ് ചെയ്യാൻ സഹായിക്കും, മുട്ടയ്ക്ക് നല്ല കളർ വരാൻ സഹായിക്കും. മുട്ടയുടെ വെള്ള എടുക്കാം നമുക്ക്. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ള എടുത്തു. ഇനി നമുക്കിതിലേക്ക് കടലമാവാണ് ആവശ്യം. അപ്പോൾ നമുക്ക് കടലമാവ് ഇതിലേക്ക് 1 സ്പൂൺ നിറച്ച് കടലമാവ് ബേസിനിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം കോഫി പൗഡറാണ്. കോഫി പൗഡർ നമുക്ക് ഇതിലേക്കൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. കോഫി പൗഡറും കടലമാവും ഈ നമ്മുടെ മുട്ടയുടെ വെള്ളയും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. നമുക്ക് മുട്ടയുടെ വെള്ളയുടെ മണമൊന്നും വരില്ല കേട്ടോ. മുട്ടയുടെ മണേ ഉണ്ടാവില്ലേ മുഖത്ത്. കോഫി പൗഡർ ഇട്ടിട്ടുണ്ട് ഒന്നാമത്തത്, കോഫിയുടെ മണം വരുള്ളൂ. പിന്നെ സ്കിൻ ഇതൊന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്യാൻ സഹായിക്കും. മുട്ടയാണെങ്കിലും കടലമാവാണെങ്കിലും രണ്ടും കൂടി ഇടുമ്പോൾ. ഇതിട്ടതിന് ശേഷം സംസാരിക്കരുത്, നല്ല അടിപൊളിയായിട്ട് ടൈറ്റ് ആവും. നല്ലപോലെ മിക്സ് ചെയ്യുക. സ്കിൻ നല്ലപോലെ വെളുക്കും ഫസ്റ്റ് യൂസിൽ തന്നെ, ഞാൻ ഉറപ്പ് തരികയാണ്. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൊരു പാക്കാണിത്, അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിൽ പറയണത്. മുട്ടയുടെ വെള്ളയാണല്ലോ പറഞ്ഞിട്ട് അയ്യേന്ന് വിചാരിക്കേണ്ട. അത്രയും നല്ല അടിപൊളി റിസൾട്ടാണ് മുട്ടയുടെ വെള്ള തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ മണം ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട, മണം ഒട്ടും ഉണ്ടാവില്ല. കോഫി പൗഡറിൻ്റെ മണമാണ് വരിക. ഇത് നല്ല സ്കിന്നൊന്ന് നല്ലപോലെ നമുക്കൊന്ന് എന്താ പറയുക സ്മൂത്താക്കാൻ സഹായിക്കും. സ്കിന്നൊന്ന് ടൈറ്റാക്കാൻ സഹായിക്കും. ചുളിവുകൾ മാറാൻ സഹായിക്കും. സ്കിന്നിന് നല്ല വെളുക്കാൻ ആഗ്രഹിക്കണവർക്ക് ഈ ഒരൊറ്റ പാക്ക് മതി കേട്ടോ. നിങ്ങൾ എവിടേക്കെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഫംഗ്ഷനോ കല്യാണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം തന്നെ ഈ ഒരു പാക്ക് ഇട്ടാൽ മതി. പിറ്റേ ദിവസത്തിന് തന്നെ നിങ്ങളുടെ മുഖത്തിന് നല്ല ഗ്ലോ ആയിരിക്കും. അത്രയ്ക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണിത്. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ പാക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. മുട്ടയാണെന്ന് പറഞ്ഞിട്ട് മുട്ടയുടെ ഒരു മണവുമില്ല. കോഫി പൗഡർ നമ്മൾ ഇടുന്നുണ്ട്. മുട്ടയുടെ വെള്ള നമ്മുടെ സ്കിന്നൊന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ നല്ലപോലെ വെളുക്കാനും സഹായിക്കും. മുട്ടയുടെ വെള്ള നമ്മുടെ തലയ്ക്ക് ഉപയോഗിക്കണ പോലെ തന്നെ നമ്മുടെ ഫേസിലേക്കും ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കരുത്. ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിത് കഴുകി കളയാവൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടിഷ്യൂ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടിഷ്യൂ ഇതിൽ കൂടെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു വട്ടം ഞാനിത് വേറൊരു തരത്തിൽ ഉണ്ടാക്കിയിട്ട് ടിഷ്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിലും അതുപോലെ നിങ്ങൾക്ക് ടിഷ്യൂ ഒട്ടിച്ച് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി പറഞ്ഞാൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോണ്ടല്ലോ നമുക്ക് എന്താ അതിൻ്റെ ഗുണം പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള രോമങ്ങൾ മുടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് വലിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ അത് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വലിഞ്ഞു വരും അതിൻ്റെ കൂടെ. അത്രയും നല്ല അടിപൊളിയാണ് ഇത് കേട്ടോ. അപ്പോൾ ടിഷ്യൂ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് ചെയ്യുക. ഞാൻ 2 ദിവസം മുമ്പ് ചെയ്തതാണ്, അതുകൊണ്ടപ്പോൾ ഞാൻ ടിഷ്യൂ ഉപയോഗിക്കാത്തത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് അതുപോലെ മുഖത്ത് തേക്കുക. അതിന് ശേഷം ടിഷ്യൂ അതിൻ്റെ മുകളിൽ ഒട്ടിക്കുക. അതിന് ശേഷം ടിഷ്യൂവിൻ്റെ മുകളിലും നമ്മൾ ഈ പാക്ക് ഒന്നും കൂടി ഇടുക. അപ്പോൾ നമ്മൾ അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അത് റിമൂവ് ചെയ്യുക, വലിച്ചെടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ നമുക്കത് വലിച്ചെടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ അനാവശ്യ മുടികളും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്. മൂക്കിൻ്റെ സൈഡിലുള്ളത് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകും കേട്ടോ. നല്ല അടിപൊളിയാണേ. അത് നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം അങ്ങനെ ചെയ്യണത് ഏറ്റവും നല്ലതാണ്, ടിഷ്യൂ വെച്ചിട്ട് ചെയ്യണത്. നമ്മൾ പീൽ ഓഫ് മാസ്ക് ഉപയോഗിക്കില്ലേ, അതിനേക്കാൾ റിസൾട്ടാണ് നമ്മൾ ഇതിൽ ടിഷ്യൂ വെച്ച് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് അതങ്ങനെ ഉപയോഗിക്കാം. ഞാൻ ഇതിന് മുമ്പ് അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം മുമ്പാണ് ഞാനത് ചെയ്തത്.
അതുകൊണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടിഷ്യൂ വെച്ച് കാണിക്കാത്തത്. ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ കാണിക്കണം. ഇതിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ്. ഒന്ന് ഉണങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. ഇത് ഉണങ്ങണ സമയമാകുമ്പോൾ സംസാരിക്കാതിരിക്കുക. പരമാവധി നിങ്ങൾ സംസാരിക്കരുത്. ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ളതൊന്നും ചെയ്യരുത്. അങ്ങനെ നമ്മൾക്ക് വായൊക്കെ അണങ്ങുമ്പോൾ മുഖമൊക്കെ നമുക്ക് ചുളിവ് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സംസാരിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക. ഒരു 20 മിനിറ്റ് നമ്മൾ അങ്ങനെ റെസ്റ്റ് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ഇപ്പം ഞാൻ മുഖത്ത് മുഴുവൻ ഇട്ട് കൊടുത്തു. ഞാൻ എന്തായാലും ഇതൊന്ന് ഉണങ്ങാൻ അനുവദിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ചെയ്യാറ് എന്നുള്ളത് കാണിച്ചു തരാം. നല്ല അടിപൊളിയിൽ വെളുക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയിൽ വെളുക്കുന്നത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ കേട്ടോ. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇട്ടിട്ട് നല്ല ടൈറ്റായി വലിഞ്ഞ് മുറുകാൻ തുടങ്ങി കേട്ടോ. കണ്ടോ? എല്ലാം ഉണങ്ങിയേക്കുക. പക്ഷേ ഇവിടെ ഉണങ്ങിയിട്ടില്ല. ഇവിടെ നമ്മൾ നല്ല കട്ടിക്കിട്ട കാരണം ഇവിടെ ഉണങ്ങിയിട്ടില്ല. നെറ്റിയൊക്കെ ഉണങ്ങി, ഇവിടെയൊക്കെ ഉണങ്ങിയേക്കുക കേട്ടോ. ഒരുവിധ സ്ഥലത്തൊക്കെ ഉണങ്ങിയേക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനെ മാറ്റാം. മൂക്കൊക്കെ മൊത്തം ഉണങ്ങി കണ്ടോ. ഈ സമയത്ത് നമുക്ക് കണ്ടോ ഇങ്ങനെ നമുക്ക് പിരിച്ച് ഇതിനെ ഒരു മസാജ് കൊടുത്ത് ഇതങ്ങനെ ആക്കിയിട്ട് നമുക്കിത് കഴുകിക്കളയാം. ഉണങ്ങാത്ത സ്ഥലം ഇതുണ്ട്. ഇവിടെ ഒന്നും ഉണങ്ങിയിട്ടില്ല. എന്നാലും നമുക്ക് മതി. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണങ്ങി. അപ്പോൾ ഞാനിപ്പോൾ അതാ ഇത് ഒരു മസാജ് ഇങ്ങനെ കൊടുക്കുക നമ്മൾ. അതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കുക. ഇങ്ങനെ ആക്കുക. ഇവിടെയൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടായിരുന്നു ടിഷ്യൂ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ടിഷ്യൂ ഉപയോഗിച്ച് ചെയ്യുക. ഏറ്റവും നല്ലതാണ്. ഞാൻ ടിഷ്യൂ ഉപയോഗിച്ച് 2 ദിവസം മുമ്പ് ചെയ്തു പറഞ്ഞു. അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഇതുപോലൊരു 5 മിനിറ്റ് ഒരു മസാജ് നിങ്ങളിങ്ങനെ കൊടുക്കുക. ഏറ്റവും നല്ലതാണ്. അതിന് ശേഷം കഴുകിക്കളയുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 5 മിനിറ്റ് മസാജ് അങ്ങനെ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു. നല്ല കളറാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി കളർ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടാണ്. നല്ല പോലെ കളർ വന്നിട്ടുണ്ട്. കണ്ടോ? നല്ല കളറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു തിളക്കവും നല്ല സോഫ്റ്റ് സ്കിന്നായി. അങ്ങനെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ ചെയ്യുമ്പോൾ. നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 വട്ടം വെച്ചിട്ട് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിൻ എത്ര എന്താ പറയുക ലൂസായി കിടക്കുന്ന സ്കിന്നിനെ ഒന്ന് ടൈറ്റാക്കാൻ സഹായിക്കും. ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ മാറാൻ സഹായിക്കും. മുഖം നല്ലപോലെ വെളുക്കുകയും ചെയ്യും. ഈ ഒരൊറ്റ പാക്ക് മതി. നിങ്ങൾക്കിത് ആഴ്ചയിൽ 2 വട്ടം മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൽ ഇതും കൂടി ഉൾപ്പെടുത്താൻ കാരണം വിഷു ആകുമ്പോഴേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ആവാനും നല്ലപോലെ തിളങ്ങാനും നല്ലപോലെ വെളുക്കാനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് 100% തന്നെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ. തീർച്ചയായും ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് റിസൾട്ട്. അതുകൊണ്ടാണ് പിന്നെയും പറയണത്. ഓക്കെ.